പോലീസ് കോൺസ്റ്റബിളിൻ്റെ ബാൻഡ് ലിസ്റ്റിനെ കുറിച്ചൊരു കാര്യമാണ്, വാർത്തയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ബാൻഡ്, ബ്യൂഗ്ലർ, ഡ്രമ്മർ എന്ന് പറയുന്ന ഈ പരേഡിന് സംഗീതവാദ്യങ്ങൾ മുഴക്കുന്ന ആൾക്കാരാണ്. അത് പോലീസ് കോൺസ്റ്റബിൾ എന്ന തസ്തികയിൽ തന്നെ അവർ ജോയിൻ ചെയ്യുന്നത്. അതിന് ഏകദേശം സെയിം സ്കെയിലാണ്, എല്ലാം ഇതേപോലെ തന്നെ ലഭിക്കുന്നതാണ്. പക്ഷേ പോലീസ് കോൺസ്റ്റബിളിലെ ബാൻഡ്, ബ്യൂഗ്ലർ, ഡ്രമ്മർ എന്ന് പറയുന്ന ലിസ്റ്റാണ്. അതിൽ ഫസ്റ്റ് തിരഞ്ഞെടുപ്പ് വരുന്നത് 92 അതിൽ ആളെടുത്തതിന് ശേഷം പിന്നെയാണ് ഇപ്പോഴാണ് അതിൻ്റെ ഒരു പരീക്ഷ കാണുന്നത്. അതിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് ലീഗൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ, ആ കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക്. അപ്പോൾ അതിൽ ഇപ്പോൾ നിലവിൽ തന്നെ 276 ഒഴിവുണ്ട്. ഷോർട്ട് ലിസ്റ്റിൽ 165 പേര് മാത്രമേ ഉള്ളൂ. പുതിയൊരു നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാം. പോലീസിനെ പോലെ തന്നെ ഫിസിക്കൽ മെയിൻ എക്സാമും ഫിസിക്കൽ എക്സാമും മെഡിക്കലും ഒക്കെ ഉള്ള ടെസ്റ്റാണ്. അപ്പോൾ അതിൽ ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ തസ്തികയിൽ 276 ഒഴിവുണ്ടെങ്കിലും 165 പേര് മാത്രമേ അതിൻ്റെ കായികക്ഷമത പരീക്ഷ വിജയിച്ച് ഇടം നേടിയിട്ടുള്ളൂ. കാരണം അതിൻ്റെ കട്ട് ഓഫ് തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. 0.33 ആയിരുന്നു, 1 മാർക്കിന് താഴെയായിരുന്നു കട്ട് ഓഫ്. ഒരാൾക്ക് ഈസി ആയിട്ട് ഈ എക്സാമിൻ്റെ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റുന്നൊരു എക്സാമായിരുന്നു. കാരണം ഒരു ക്വസ്റ്റ്യൻ ഉത്തരമെങ്കിലും അറിയാമായിരുന്നെങ്കിൽ അയാൾക്ക്, അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ പോലും ലിസ്റ്റിൽ ഇടം പിടിക്കാമായിരുന്നു. ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ കുറച്ചുകൂടെ ഒരു കോമ്പറ്റീഷൻ വരാം, എങ്കിലും ഉയർന്നൊരു കട്ട് ഓഫ് പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ 363 പേരുണ്ടായിരുന്നു. അതിൽ 198 പേര് കായികക്ഷമത പരീക്ഷയിൽ പുറത്താകുകയുണ്ടായി. വിജയികളുടെ പ്രായോഗിക പരീക്ഷയാണ് ഇനി നടക്കുക. അതായത് ഇനിയൊരു അവരുടെ സ്കിൽ ടെസ്റ്റും കൂടെ ഉണ്ട്, അതിന് മാർക്കുണ്ട്. ഇതിന് ശേഷം വീണ്ടും ഉദ്യോഗാർത്ഥികൾ കുറയാം. ഈ സാഹചര്യത്തിൽ പോലീസ് കോൺസ്റ്റബിൾ, ബാൻഡ്, ബ്യൂഗ്ലർ, ഡ്രമ്മർ തസ്തികയിൽ വീണ്ടും വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ നടത്തിയാൽ മാത്രമേ ഒന്നാം ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്ത ഈ ഒഴിവുകൾ നികത്താൻ പറ്റത്തുള്ളൂ. അപേക്ഷകർ 11,462 പേരായിരുന്നു. ഷോർട്ട് ലിസ്റ്റിൽ 363 പേര് മാത്രം വരികയുണ്ടായി. ഡിസംബർ 30 നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇത്രയും പേര് അപേക്ഷിച്ചു. അതിൽ എഴുതാൻ 8,567 പേര് മാത്രമേ കൺഫർമേഷൻ നൽകിയുള്ളൂ. ഇതിൽ 8,000 താഴെ പേരെ പരീക്ഷ എഴുതിയുള്ളൂ. 23 ജൂലൈ 8 പരീക്ഷ, OMR പരീക്ഷയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 24 ഒക്ടോബർ 23 ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. മെയിൻ ലിസ്റ്റ് 361 പേര്, സപ്ലി ലിസ്റ്റിൽ 2 പേർ എന്നിങ്ങനെ 363 പേര് മാത്രമാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. കട്ട് ഓഫ് കണ്ടല്ലോ, 0.33 ആയിരുന്നു കട്ട് ഓഫ്. അപ്പോൾ ഇതിൽ ടോപ്പ് മാർക്ക് എത്രയൊക്കെ ആയിരിക്കും? ഒരു ഉദ്ദേശം വെച്ചാൽ ഒരു 20 മാർക്ക് അല്ലെങ്കിൽ 25 മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 25 മാർക്കായിരിക്കും ടോപ്പ് മാർക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക, ഒരു എക്സ്പെക്റ്റേഷൻ. അല്ലെന്നുണ്ടെങ്കിൽ 25 മാർക്ക് വാങ്ങുന്ന ആൾ 100 ഉറപ്പായും സിംഗിൾ ഡിജിറ്റിൽ 1 to 10 റാങ്കിനകത്ത് വരുന്ന ആളായിരിക്കും. അപ്പോൾ അതിനുശേഷം കായികക്ഷമതാ പരീക്ഷ ഡിസംബർ 17 to 23 നടന്നു. ഇപ്പോഴാണിത് പ്രസിദ്ധീകരിച്ചത് ഷോർട്ട് ലിസ്റ്റ്. പിന്നെ സ്കിൽ ടെസ്റ്റ് അടക്കമുണ്ട്. അപ്പോൾ സ്കിൽ ടെസ്റ്റ് നടന്ന് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ സാധാരണ ഇറങ്ങാൻ സാധ്യതയുള്ളൂ. ഇത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് ഹോപ്പുള്ള അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വാലിഡായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന തരത്തിൽ ഒരെണ്ണം പ്രാക്ടീസ് ചെയ്ത് വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ, ക്വാളിഫൈഡ് ചെയ്ത് വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ പരീക്ഷ എഴുതാൻ പറ്റും. വളരെ സാധ്യതയുള്ളൊരു ലിസ്റ്റാണിത്. ഓക്കെ, ഇത് മറ്റു കൂട്ടുകാരികളിലും എത്തിക്കുക. ഈ ഒരു വാർത്ത ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പ്രൊവൈഡ് ചെയ്തേക്കാം.